എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. കാര്യത്തിൽ കിടക്കുക. രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള ചേച്ചിമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് രോഹിണി നക്ഷത്രക്കാരെല്ലാവരും കണ്ണെഴുതുന്നവരാണ് അല്ലേ. സ്വാഭാവികമായിട്ട് രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ, ചേച്ചിമാർ, ഇവരുടെ കണ്ണുകൾക്ക് ഭയങ്കര അട്രാക്ഷനാണ്. മറ്റുള്ള നക്ഷത്രക്കാരുടെ കണ്ണ് പോലെയല്ല. രോഹിണി നക്ഷത്രക്കാർ ആരോട് എന്ത് ചോദിച്ചാലും മറ്റുള്ള നക്ഷത്രക്കാർ ഇല്ലെന്ന് പറയത്തില്ല, അത് കൈനീട്ടി തന്നിരിക്കും. അതാണ് അവരുടെ കണ്ണിൻ്റെ ശക്തി. ഭക്ഷ്യത കൂടുതലുള്ള ഒരു കണ്ണാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. പക്ഷേ തൻ്റെ കഴിവുകളും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാങ്കല്പ ലോഹങ്ങളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രോഹിണി നക്ഷത്രക്കാർ എവിടെ പോയാലും എവിടെ ചെന്നാലും ആ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുന്നവർ രക്ഷപ്പെടും. പക്ഷേ ഇവർ ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക, രക്ഷപ്പെടണമെന്നില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതെന്നോട് പറയുന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കണ്ണുകൾക്ക് വീണ്ടും വശ്യം കൂടാൻ വേണ്ടിയും കണ്ണുകൾ ആകർഷകമായി തിളങ്ങാനും നമ്മൾ എവിടെ പോയാലും, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബാങ്കിൽ ലോണിന് പോകുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളോട് ശത്രുതാ മനോഭാവത്തിൽ സംസാരിക്കാതിരിക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കാനും രോഹിണി നക്ഷത്രക്കാർ കൺമഷി, അതായത് കണ്ണെഴുതുന്ന കൺമഷി കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ സ്വയംവരം വേണ്ട, അശ്വാരൂഢ മന്ത്രം ജപിച്ച് കണ്ണിലെഴുതുവാണെങ്കിൽ വശ്യശക്തി ഉണ്ടാകുന്നതായിരിക്കും. തീർച്ചയാണ്. ഇത് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയങ്ങളിൽ ഈ ഒരു കൺമഷി ഉപയോഗിക്കരുത്. ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേച്ചിമാർ ഉപയോഗിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ നല്ല രീതിയിൽ തന്നെ വശ്യം ഉണ്ടാകും. അശ്വാരൂഢ മന്ത്രം ജപിച്ച് കണ്ണിൽ കൺമഷി എഴുതുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ഈ കൊടുത്ത് അശ്വാരൂഢം ജപിച്ച് കൺമഷി തരാം തിരുമേനിയോട് പ്രത്യേകം പറ. ആ ഒരു തിരുമേനി ജപിച്ച് തരുന്നതായിരിക്കും അശ്വാരൂഢ മന്ത്രം. ഇത് നമ്മുടെ പൂജാമുറിയിലോ എവിടെയെങ്കിലും വെക്കാവുള്ളൂ. കുളി കഴിഞ്ഞതിന് ശേഷം രോഹിണി നക്ഷത്രക്കാർ കിഴക്കോട്ട് നോക്കി നിന്ന് ദേവിയെ പ്രാർത്ഥിച്ച് കണ്ണെഴുതാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള വിഘ്നങ്ങളും തടസ്സങ്ങളും നെഗറ്റീവപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ട് നമ്മളായിട്ട് വഴക്കിട്ട സ്ഥാപനത്തിൽ, അതായത് ജോലിയിൽ നമ്മളായിട്ട് വഴക്കിട്ട ആൾക്കാർ ആ ഒരു ശത്രുതാ കാര്യങ്ങൾ മറന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പം രോഹിണി നക്ഷത്രക്കാരുള്ള ചേച്ചിമാരൊക്കെ ഇപ്പം ഉദാഹരണത്തിന് ഓൺലൈൻ പോലുള്ള ബിസിനസ് മാർക്കറ്റിങ്ങിലൊക്കെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ ഈ അശ്വാരൂഢ മന്ത്രം ജപിച്ച കണ്ണ് എഴുതുമ്പോഴത്തേക്ക് അവർ നമ്മളെ കണ്ണിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിവെച്ച് തരും. ഇത് തീർച്ചയാണ്. ജോലി സ്ഥലത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ജോലിയിലെ മുതലാളിമാരിൽ നിന്ന്, ജോലിയിലെ ഉയർന്ന ആൾക്കാരിൽ നിന്ന് പ്രശംസകൾ നമുക്ക് നേടിക്കിട്ടും. ഇത് കണ്ട് മറ്റുള്ള നക്ഷത്രക്കാർക്ക് അസൂയ കൂടിയിരിക്കാൻ കാര്യമില്ല. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കുള്ള ചേച്ചിമാർ, അമ്മമാരൊക്കെ ഈ പറയുന്ന ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അശ്വാരൂഢ മന്ത്രം ജപിച്ച കൺമഷി തിരുമേനിയുടെ നിന്ന് മേടിച്ച് നമ്മൾ കണ്ണെഴുതുക. ഭക്തിപൂർവ്വം നിലവിലെ തടസ്സങ്ങളൊക്കെ മാറി നല്ല ജോലി കിട്ടും. ഇപ്പോൾ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. ജോലി സ്ഥലത്ത് എല്ലാ ആൾക്കാരും നമ്മളോട് സ്നേഹം ഉണ്ടാകും. നമുക്ക് പോകുന്ന വഴിക്കുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ ഇത് മറ്റുള്ള ജനങ്ങളെ നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ അട്രാക്ഷിക്കും. അത്ര ഒരു ഇതാണ്. കൺമഷി എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവികപരമായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഭക്തിപൂർവ്വം കുളി കഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിച്ച് രോഹിണി നക്ഷത്രത്തിൽ ചെയ്യുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു കൺമഷി ജപിച്ച് നമുക്ക് മേടിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക, വിളിക്കുകയോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറ്റിപ്പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു കൺമഷി. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ച് ഓൺലൈൻ വഴി നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.